ഹായ് ഐം കോക്കോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗിവ്സ് യു ടാങ്കറിൻ്റെ എപ്പിസോഡ് 4 ആണ്. ഇതിൻ്റെ പേരാണ് ദ ബ്ലേസിംഗ് സമ്മർ സൺഷൈൻ. നമ്മുടെ ഏസുനും ഗോൺസിക്കും അവരുടെ ചെറുപ്പകാലത്തിലെ ലൈഫിൽ അനുഭവിച്ച കുറേ കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ പറയുന്നത്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അവിടുത്തെ ഒരമ്പലമാണ്. ഗ്വാൻസിക്കിൻ്റെ ഫാമിലി ഏസുനെ കൊണ്ട് എന്തൊക്കെയോ ആചാരങ്ങളൊക്കെ ചെയ്യിപ്പിക്കുവാണ്. അവർക്ക് ഒരു ആൺകുഞ്ഞിനെ വേണം, അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് ഗോൺസിക്കിൻ്റെ അമ്മ ഏസുൻ്റെ സ്ത്രീധനത്തെ പറ്റിയൊക്കെ പറയാണ്. നീ ഒന്നുമില്ലാതെയാണല്ലോ ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് ഏസുനോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ മുത്തശ്ശി ഇതേ ചോദ്യം ഗോൺസിക്കിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും കൊണ്ടുവന്നിരുന്നു എന്ന്. പിന്നെ അവർ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ഏസുൻ്റെ മകളുടെയും കാലിലേക്ക് മുത്തശ്ശി ചുമന്ന പയറ് എറിയുകയാണ്. അത് അവിടുത്തെ ഒരാചാരമാണ്. പിന്നെ കാണിക്കുന്നത് ഏസുൻ്റെ സ്വന്തം വീടാണ്. സ്റ്റെപ്ഡാഡും അയാളുടെ ഗേൾഫ്രണ്ടും കല്യാണം കഴിച്ചിരുന്നു. അവർക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുമുണ്ട്. അവരവിടുന്ന് താമസം മാറാൻ പോവുകയാണ്. ഏസുൻ കോൺ കൊടുത്തിട്ട് അവൾ കുറേ സാധനങ്ങൾ അവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങി. അപ്പോൾ അവൾ അവളുടെ അമ്മയെ ആലോചിക്കുകയാണ്. അവൾ അവളുടെ അമ്മയെ എത്രമാത്രം മിസ് ചെയ്യുന്നുവെന്ന് അവൾ ഓർക്കുന്നു. എന്നിട്ട് സ്റ്റെപ്ഡാഡിൻ്റെ വൈഫ് ഇറങ്ങി വന്നിട്ട് അവളോട് പറയാണ്, ഇനി നിനക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന്. എന്നിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് കടൽ തീരത്തിരിക്കുന്ന ഹാന്യോസിനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാന്യോ എന്ന് പറയുന്നത് ഏസുൻ്റെ അമ്മയുടെ പേരല്ല. ഹാന്യോ എന്ന് പറയുന്നത് കടലിൽ ഇങ്ങനെ മുങ്ങി ഭക്ഷ്യവസ്തുക്കൾ എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരെയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അവിടെ ഗോൺസിക്കിൻ്റെ അമ്മയും മുത്തശ്ശിയും മോളുമുണ്ട്. ആ കുഞ്ഞിനെ ഇപ്പോഴും ഒരു ഹാന്യോ ആക്കാനാണ് അവരുടെ പ്ലാൻ. ഏസുന് ഈ കാര്യം അറിയുകയൊന്നുമില്ല. അപ്പോൾ ഈ കുട്ടിയെ ഹാന്യോ ആക്കുന്നതിന് ആർക്കും സമ്മതമല്ല. അങ്ങനെ പറഞ്ഞ് അവർ വഴക്കാവും എന്ന് മനസ്സിലായപ്പോൾ ഗോൺസിക്കിൻ്റെ അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. തിരികെ കാണിക്കുന്നത് ഏസുൻ്റെ സ്വന്തം വീടാണ്. തൻ്റെ അനിയനെയും അനിയത്തെയും നന്നായി നോക്കണമെന്നും അവരെ കഷ്ടപ്പെടുത്തരുത് എന്നൊക്കെ ഏസുൻ സ്റ്റെപ്ഡാഡിൻ്റെ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇതെന്തിനാ പേടിക്കുന്നത്? അവരെൻ്റെ മക്കളാണ്, ഞാൻ അവരെ നന്നായി നോക്കുമെന്ന്. അങ്ങനെ ഏസുന് അവർ സൈക്കിൾ കൊടുത്തു. എന്നിട്ട് എപ്പോഴും ഗോൺസിക്കിൻ്റെ കൂടെ ഉണ്ടാവണമെന്നും ഗോൺസിക്ക് ഒരു നല്ലവനാണെന്നും അവർ പറഞ്ഞു. ആദ്യമൊക്കെ ഏസിനെ അവർ തള്ളി പറഞ്ഞെങ്കിലും സ്റ്റെപ്ഡാഡിൻ്റെ വൈഫിന് ഏസിനോട് നല്ല സ്നേഹമാണ്. പിന്നെ കാണിക്കുന്നത് ഗോൺസിക്കിൻ്റെ വീടാണ്. ഗോൺസിക്കും അമ്മയും രാത്രി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏസൻ കുറേ സാധനങ്ങളുമായിട്ട് കയറി വന്നു. എന്നിട്ട് എല്ലാം നിരത്തി വെച്ച് അമ്മയെ കാണിച്ചു. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഏസുൻ പണ്ട് ഒളിച്ചോടാൻ ഇട്ടിരുന്ന ആ യെല്ലോ ഡ്രസ്സ് കണ്ട് അമ്മ അതിനെപ്പറ്റി ചോദിച്ചു. എന്നിട്ടത് മാറ്റി വെച്ചപ്പോൾ ഗോൺസിക്ക് അത് തൻ്റെ കൈവശം എടുത്തു വെച്ചു. എന്നിട്ട് തൻ്റെ മകൾക്ക് സൈക്കിൾ അവർ തന്നല്ലോ എന്ന് ഏസുൻ പറഞ്ഞതും ഗോൺസിക്കിൻ്റെ മുത്തശ്ശി സൈക്കിൾ എടുത്ത് കളയാനും പെൺകുട്ടികൾ സൈക്കിൾ ഓടിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് അവർ ഉറങ്ങാനായി പോയി. ഏസുനും ഗോൺസിക്കും അവരുടെ റൂമിലേക്കും പോയി. എന്നിട്ട് വളരെ ടയേർഡായി ഏസുൻ ബെഡിൽ വന്ന് കിടന്നു. ഗോൺസിക്കും അവളും തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ആ സൈക്കിൾ കുഞ്ഞിനെ കൊണ്ട് എന്തായാലും ഓടിപ്പിക്കണമെന്നും എന്തായാലും അവൾക്ക് എല്ലാം കൊടുത്തു തന്നെ ഞാൻ വളർത്തുമെന്നും ഒക്കെ അവൾ പറഞ്ഞു. ഗോൺസിക്കും അതിന് സമ്മതിച്ചു. എന്നിട്ട് അവർ ഇൻറ്റിമേറ്റായി. പിന്നെ ഏസുൻ പ്രഗ്നൻറ്റുമായി. ഗ്രാൻഡ്മ അപ്പോൾ ചുമന്ന പയറെറിഞ്ഞ് ഓരോ കർമ്മങ്ങൾ ചെയ്യാണ് ആൺകുഞ്ഞിന് വേണ്ടിയിട്ട്. എന്നിട്ട് രാവിലെ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ഗോൺസിക്ക് ടേബിൾ മാറിയിരുന്നു. ആക്ച്വലി അവിടുത്തെ ഒരു ആചാരമാണ്. എന്തെന്ന് വെച്ചാൽ ഫാമിലിയിലെ ആണുങ്ങൾ കൂടുതലും നല്ല ഫുഡാണ് കഴിക്കുന്നത്. പെണ്ണുങ്ങൾ അവർ കഴിച്ചതിൻ്റെ ബാക്കി വന്നതാണ് കഴിക്കുക. അങ്ങനെ ഗോൺസിക്ക് തൻ്റെ ഫാമിലിക്ക് വേണ്ടി ആചാരങ്ങൾ തെറ്റിച്ചു. ഏസുൻ അത് കണ്ട് സന്തോഷവുമായി. എന്നിട്ട് പിന്നെ ഗോൺസിക്ക് കടലിൽ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ മോൾ സൈക്കിൾ ഓടിക്കുന്നതും കാണിക്കുന്നു. ഏസുൻ ഗോൺസിക്കിന് യാത്ര പറയാണ് ഗോൺസിക്കും. അങ്ങനെ നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഇപ്പോഴത്തെ ഏസുനെയാണ്.
അവർ വീട്ടിലിരുന്ന് ജോലികളൊക്കെ ചെയ്യാണ്. ഏസുൻ്റെ മകളുടെ പേരാണ് ഗുമ്യോ. അങ്ങനെ ഗുമ്യോനെ കാണിക്കുകയാണ്. ഗുമ്യോങ് ആണെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അവളും അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അമ്മയെ കൂടെ ഒന്ന് മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അമ്മ ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞിട്ടും നീ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഇപ്പോൾ ഏസുൻ ഒരു കമ്പനിയുടെ മാനേജറാണ്. ആ കമ്പനിയിൽ കല്യാണം കഴിഞ്ഞിട്ടും തിരിച്ച് ജോലിക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അവളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയാണ്, നീ അങ്ങനെ ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ മകൻ കേപ്പബിളാണ്, അവനാണ് വീട്ടിലെ മൂത്ത മകൻ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാനും എൻ്റെ വീട്ടിലെ മൂത്ത മകളാണ്. എനിക്ക് എന്തായാലും എൻ്റെ സ്വന്തം പൈസ കൊണ്ട് എൻ്റെ ഫാമിലിയെ നന്നായി നോക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഗുമ്യോ ആ ബോയ് ഫ്രണ്ടിൻ്റെ കോൾ കട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ അവൾ ഏസുൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഏസുൻ അപ്പോൾ അവളുടെ ഷൂസ് എല്ലാം വൃത്തിയാക്കുകയായിരുന്നു. എന്തിനാ ഇത്രയധികം ഷൂസ് എന്നും ഇത്രയൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ഇട്ടിട്ടില്ലെന്നും കണ്ടിട്ടില്ലെന്നും ഒക്കെ ഏസുൻ പറഞ്ഞു. അപ്പോൾ ഗുമ്യോങ് പറയാണ്, അതൊന്നും അവളുടെ പ്രശ്നമല്ല, അവൾ ജീവിച്ചിരുന്നത് പണ്ട് അങ്ങനെ ആയിരുന്നു എന്നും അമ്മയും പണ്ട് അങ്ങനെയല്ലേ ജീവിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അച്ഛനെ പോലെ ഉള്ള ഒരു പാവപ്പെട്ട ഒരാൾ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു അവൾ ഏസുനെ കുറേ സങ്കടപ്പെടുത്തി. എന്നിട്ട് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് പണ്ടത്തെ ഒരു സീനാണ്, ഗ്വാൻസിക്കിൻ്റെ വീട്. ഏസുൻ്റെ മകളെ ഗ്വാൻസിക്കിൻ്റെ മുത്തശ്ശി ഒരു ഹാന്യം ആക്കാനുള്ള ക്രിയകളൊക്കെ ചെയ്യുമായിരുന്നു. ഏസുൻ അതിന് സമ്മതിച്ചില്ല. അവൾ ഓടി വന്ന് അതെല്ലാം തട്ടിയിട്ടു. എന്നിട്ട് മോളെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഗ്വാൻസിക്കിൻ്റെ അമ്മ അവളുടെ അടുത്ത് വന്ന്, എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അവളെ ഹാന്യം ആക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏസുൻ പറഞ്ഞു, ഇതെൻ്റെ മകളാണ്, ഞാൻ അവളെ എങ്ങനെ വളർത്തുമെന്ന് ഞാൻ തീരുമാനിക്കുമെന്നൊക്കെ. അതൊക്കെ പറയുന്ന കേട്ടിട്ട് ഗ്വാൻസിക്കിൻ്റെ മുത്തശ്ശി പറയാണ്, ഏസുൻ്റെ ദേഹത്ത് അവളുടെ അമ്മ കയറിയെന്ന്. എന്നിട്ട് ഗ്വാൻസിക്കിൻ്റെ അമ്മ ഏസുനെ അടിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഗ്വാൻസിക് വരുന്നത്. എന്നിട്ട് അവനോട് പറയാണ് അവൻ്റെ അമ്മയും മുത്തശ്ശിയും, ഇവളെ ഇവിടെ നിന്ന് പുറത്താക്ക്, ഇനി ഇവളെ ഇവിടെ താമസിപ്പിക്കേണ്ട എന്നൊക്കെ. അങ്ങനെ ഗ്വാൻസിക് ഏസുൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് പ്രസൻറ്റിലെ സീനാണ്. ഏസുൻ പറയാണ് മകളോട്, ഞാൻ എന്തായാലും എൻ്റെ ജീവിതം ജീവിച്ചതിൽ എനിക്ക് ഒരു സങ്കടവും തോന്നുന്നില്ല, ഞാൻ എൻ്റെ ബെസ്റ്റാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എന്നൊക്കെ. എന്നിട്ട് അവളുടെ ഭർത്താവിനെ കല്യാണം കഴിച്ചതിൽ എന്തെങ്കിലും കുറ്റബോധമുണ്ടോ എന്ന് ഏസുൻ്റെ മകൾ ചോദിച്ചു. അപ്പോൾ ഏസുൻ പറഞ്ഞു, ഇല്ല, എനിക്കത് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനിയും ഒരു അവസരം കിട്ടിയാൽ ഞാൻ നിൻ്റെ അച്ഛനെ തന്നെ ആയിരിക്കും കല്യാണം കഴിക്കുക എന്ന് ഏസുൻ ഗുമ്യോങ്ങിനോട് പറയാണ്. എന്നിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ സ്വന്തം വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് വേറൊരു വീട്ടിൽ താമസിക്കുന്നതാണ്. അവർ 3 പേരും സന്തോഷമായിരുന്നു ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവിടുത്തെ ആ ഹൗസിൻ്റെ ഓണർ വന്നിട്ട് അവരോട് സംസാരിക്കുമ്പോൾ ഗ്വാൻസിക്ക് പറയാണ്, ഞാൻ 3 മാസത്തെ റെൻ്റ് എന്തായാലും തരാമെന്ന്. അവൻ പറയണ അവൻ പുതിയൊരു നല്ല ജോബിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ആ മുത്തശ്ശൻ പറഞ്ഞു, വേണ്ട, നിങ്ങളതൊന്നും തരേണ്ട ആവശ്യമില്ല, ഒരാൾ അത് തന്നല്ലോ എന്ന്. അപ്പോൾ ഗ്വാൻസിക്ക് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ മുത്തശ്ശൻ പറഞ്ഞു, ഡു ഫാമിലിയിലെ ആണെന്ന്. അപ്പോൾ ഗ്വാൻസിക്ക് പറയാണ്, ഡു ഫാമിലിയോ, ഞങ്ങൾക്ക് അതിന് അങ്ങനെ ആരെയും പരിചയമില്ലല്ലോ എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ആ മുത്തശ്ശൻ പോർക്ക് അവർക്ക് കൊടുത്തു. എന്നിട്ട് പിന്നെ അവർ രാത്രി കിടന്ന് അത് തന്നെ ആലോചിക്കുകയാണ്. എന്നിട്ട് ഗ്വാൻസിക്കിനോട് ഏസുൻ ചോദിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് വല്ല ആവേദം ഉണ്ടോ ഡു ഫാമിലിയിലെ ആളുമായിട്ട് എന്ന്. അപ്പോൾ ഗ്വാൻസിക്ക് ഇല്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് രാത്രി ആ മുത്തശ്ശൻ വേറെ എന്തോ ഒരു സാധനം കൊണ്ട് കൊടുക്കാൻ വന്നപ്പോൾ ഏസുനും ഗ്വാൻസിക്കും പെട്ടെന്ന് ലൈറ്റ് കാണിച്ചു. എന്നിട്ട് കാണിക്കുന്നത് ഹാന്യോസ് ഉള്ള ഒരു വീടാണ്. അവരെല്ലാവരും വർക്കൊക്കെ ചെയ്യാണ് ഓരോന്ന്. അപ്പോൾ ഏസുനും മോളും അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറയാണ്,
നിനക്കറിയാമോ ഗാൻസിക ആർക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവർ ഏസുവിനോട് ചോദിച്ചു. അപ്പോൾ ഏസിന് അതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അവരത് പറയാൻ തുടങ്ങിയപ്പോൾ ഗാൻസിക കയറി വന്നു. അവൻ്റെ കൈയാണെങ്കിൽ മുറിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഏസൻ ഓടി വന്ന് ഗാൻസികനോട് ചോദിച്ചു. ഗാൻസിക ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഏസൻ അവനെയും കൂട്ടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി മരുന്നൊക്കെ വെപ്പിച്ചു. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് വന്നു. ഏസന് മനസ്സിലായി ആരുടെ കൂടെയാണ് ഗാൻസിക വർക്ക് ചെയ്യുന്നതെന്ന്. അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്നും അവൾക്ക് മനസ്സിലായി. പിന്നെ ഒരു ദിവസം ഏസൻ ഗാൻസികിനെ കടലിലേക്ക് പോകാൻ യാത്ര അയക്കാണ്. കൂടെ മോളുമുണ്ട്. ഒരുപാട് മീനൊക്കെ പിടിക്കണം എന്ന് ഏസൻ പറഞ്ഞു. കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരുപാട് സ്ക്വിഡ്സും പിടിക്കണമെന്ന് കുഞ്ഞും പറഞ്ഞു. അങ്ങനെ ഹാപ്പിയായി ഗാൻസികിന് ടാറ്റയൊക്കെ പറഞ്ഞ് വിടുകയാണ്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് ഏസൻ ഗാൻസിക് ജോലി ചെയ്യുന്ന ആളുടെ വൈഫിനെ കാണാൻ പോകുന്നതാണ്. അയാൾ ആരാണെന്ന് വെച്ചാൽ ഏസൻ പണ്ട് 2ാം കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്ന ഒരാളുണ്ടായിരുന്നില്ലേ, അയാളാണ് ആ ഷിപ്പിൽ ക്യാപ്റ്റനായിട്ട് വരുന്നത്. അയാളുടെ അണ്ടറിലാണ് ഗാൻസിക് വർക്ക് ചെയ്യുന്നത്. അയാളുടെ ഭാര്യയെ കണ്ട് ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ഏസൻ അവരെ കാണാൻ ചെന്നതാണ്. അപ്പോൾ അവരുടെ മുഖമാകട്ടെ അടികൊണ്ട് മുറിഞ്ഞു കിടക്കുന്നു. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഏസന് അപ്പോഴേ മനസ്സിലായി. എന്നിട്ടും അവൾ ഓരോന്നൊക്കെ പറഞ്ഞു. അവര് ഭർത്താവിനോട് പറയാമെന്നും പറഞ്ഞു. പിന്നെ കാണിക്കുന്നത് ഗാൻസിക് ഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. ക്യാപ്റ്റൻ ഗാൻസികിനോട് മോശമായിട്ടാണ് പെരുമാറുന്നത്. ഗാൻസിക് പോകാൻ ഒരുങ്ങിയപ്പോൾ അയാൾ ഗാൻസികിൻ്റെ കയ്യിൽ നിന്ന് സ്ക്വിഡ്സ് എല്ലാം തട്ടിയെടുത്തിട്ട് പറഞ്ഞു, ഞാൻ അത് അനുവദിച്ചാൽ മാത്രമേ നിനക്കത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. എന്നിട്ട് ഗാൻസികിൻ്റെ കാലിൽ ഒരു ചവിട്ട് വെച്ച് കൊടുത്തപ്പോൾ ഏസൻ അവിടുന്ന് അലറിക്കൊണ്ടേ വന്നു. എന്നിട്ട് അവൾ അയാളുടെ അടുത്തോട്ട് വന്നു. എന്നിട്ട് അയാൾ കുറേ വഴക്ക് പറഞ്ഞു. ഇനി ഗാൻസികിനെ ശല്യപ്പെടുത്തരുതെന്നും ഗാൻസികിനെ അയാളുടെ ഷിപ്പിൽ വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഗാൻസികിനെ വലിച്ചുകൊണ്ട് അവിടുന്ന് പോവാണ്. അവളും കരയുന്നു, ഗാൻസിക്കും കരയുന്നു. ആക്ച്വലി ഇപ്പോൾ 2ാമത് ഏസൻ പ്രഗ്നൻ്റ് ആണ്. പ്രഗ്നൻ്റ് ആയിട്ടാണ് ഗാൻസികിനെ രക്ഷിക്കാനെന്നാണ് അവൾ ഓടി ഗാൻസികിൻ്റെ അടുത്തേക്ക് വന്നത്. എന്നിട്ട് പിന്നെ രണ്ടുപേരും കരഞ്ഞുകൊണ്ട് കൈയും പിടിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പ്രസൻറ്റിൽ അവർ രണ്ടുപേരും കൈയും പിടിച്ച് നടക്കുന്നതാണ്. എന്നിട്ട് അവർ പറയാണ്, എന്താ തളർന്നു പോയോ എന്നൊക്കെ, നീ എപ്പോഴും സ്റ്റീൽ പോലെ സ്ട്രോങ് ആയിരുന്നല്ലോ എന്ന് ഏസൻ പറഞ്ഞു. എന്നിട്ട് പറയാണ്, കുഴപ്പമില്ല, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നീ നിന്റെ കുട്ടിക്കാലം മുതലേ ജോലി ചെയ്യാൻ തുടങ്ങിയതല്ലേ, അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിനക്ക് കാണും എന്ന് ഏസൻ ഗാൻസികിനോട് പറയാണ്. പിന്നെ പറയാണ്, ഞാൻ മരിച്ചു പോയാൽ നീ എന്ത് ചെയ്യും? നീ വേറെ വൈഫിനെ നോക്കൂ. അപ്പോൾ ഗാൻസിക് പറയാണ്, ഒരിക്കലുമില്ല, എനിക്ക് നിന്നെ റിപ്ലേസ് ചെയ്യണമെന്നേ ആഗ്രഹമില്ല. നിന്നെ മുമ്പേ നടക്കാൻ വിട്ടിട്ട് നിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ബൈ.